ലബനനിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ ഹിസ്ബുള്ള നേതാക്കളോട് ആവശ്യപ്പെട്ടതായും ഇരു കൂട്ടരും അത് അംഗീകരിച്ചതായും യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിന് നേർക്ക് ആക്രമണം നടത്താനുള്ള ഇസ്രായേൽ പദ്ധതിയും ട്രംപ് ഇടപെട്ട് തടഞ്ഞിട്ടുണ്ട്. എന്നാൽ ട്രംപിനോട് നോ പറയേണ്ട സമയമായെന്ന് തീവ്ര വലതുപക്ഷ മന്ത്രി ബർഗൻവീർ പ്രതികരിച്ചു. ഇസ്രായേൽ ലബനനിൽ യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സമാധാന ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതുൾപ്പെടെ കടുത്ത നടപടികളിലേക്ക് ഇറാൻ നീങ്ങിയതോടെയാണ് ട്രംപിന്റെ ഇടപെടൽ. ഇറാനുമായുള്ള ചർച്ച ഊർജിതമായി തുടരുന്നതായി ട്രംപ് പിന്നീട് പറഞ്ഞു. MCA നാസിർ തരും വാർത്തയിൽ വിശദാംശങ്ങൾ. MCA, ലബനാനിൽ അങ്ങനെ സമാധാനത്തിന്റെ പുലരുകൾ ഉറപ്പിക്കാനായി അല്ലേ? ഭാരതി, ഇന്നലെ വളരെ സങ്കീർണമായിട്ടുള്ള അനിശ്ചിതത്വം നിറഞ്ഞ ഒരു രാത്രിയായിരുന്നു. കാരണം ഇറാന്റെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് ഇറാൻ പോയി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയുമായിട്ടുള്ള ചർച്ചയിൽ നിന്ന് തങ്ങൾ പിൻവാങ്ങുകയാണ്. ഈ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ, കാരണം ലബനാനിലെ യുദ്ധവിരാമം എന്നത് ഇറാൻ അമേരിക്ക സമാധാന കരാറിന്റെ അവിഭാജ്യ ഭാഗം തന്നെയാണ്. അതല്ല എന്നാണ് അമേരിക്കക്കും ഇസ്രായേലിനും തോന്നുന്നതെങ്കിൽ തങ്ങൾ ഇനി ചർച്ചയുമായിട്ട് സഹകരിക്കാൻ തയ്യാറല്ല എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് ഇറാൻ പിൻവാങ്ങുകയായിരുന്നു. ഇതോടുകൂടിയാണ് മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാക് സൈനിക മേധാവിയും അതോടൊപ്പം തന്നെ പാക് വിദേശകാര്യമന്ത്രിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുമായി ടെലിഫോണിൽ സംസാരിച്ചു. അത്തരമൊരു കടുത്ത തീരുമാനം കൈക്കൊള്ളരുതെന്ന് ഇറാനോട് അഭ്യർത്ഥിച്ചു. തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ ഈ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെടുന്നത്. അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായിട്ട് അരമണിക്കൂറിലേറെ നേരമാണ് ടെലിഫോണിൽ ചർച്ച നടത്തിയത്. അതേ തുടർന്നാണ് ബെയ്റൂത്തിന് നേർക്ക് ആക്രമണം നടത്താനുള്ള പദ്ധതി തൽക്കാലം ഉപേക്ഷിക്കുന്നതായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു എത്തിച്ചേരുന്നത്. ബെയ്റൂത്തിന് നേർക്ക് അയച്ചിരുന്ന സൈന്യത്തെ പിൻവലിക്കാൻ താൻ നിർദ്ദേശം നൽകിയതായും ട്രംപിന് നെതന്യാഹു ഉറപ്പ് നൽകുന്നു. തുടർന്നാണ് ട്രംപിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇറാനുമായിട്ടുള്ള ചർച്ച വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ത്വരിതഗതിയിൽ തന്നെ ചർച്ച ആരംഭിക്കാനുള്ള ഒരു തീരുമാനം തങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു. അടുത്ത ആഴ്ചയോടുകൂടിയെങ്കിലും ഇറാനുമായിട്ടുള്ള ഒരു കരാർ പുലരും എന്ന ഒരു പ്രതികരണം കൂടി ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ സമ്മർദ്ദം ട്രംപ് നേരിടുന്നുണ്ട്. കാരണം ലോകകപ്പ് വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ്. അമേരിക്കയാണ് ആതിഥ്യം വഹിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് യുദ്ധം നീങ്ങിയേക്കും, അല്ലെങ്കിൽ ഈ സംഘർഷം വളരും എന്നത് കൃത്യമായിട്ടുള്ള സൂചനകൾ 2 ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം US സെൻട്രൽ കമാൻഡ് കിഷം ഉൾപ്പെടെയുള്ള ഇറാൻ ദ്വീപുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. അതിന് തിരിച്ചടിയായിട്ട് ഗൾഫ് മേഖലയിലുള്ള US സൈനിക കേന്ദ്രത്തിന് നേരെ ഇറാനും തിരിച്ചടിച്ചു. ഇതോടുകൂടി സംഘർഷം കനക്കുകയും ഹോർമസ് മേഖലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ തങ്ങൾ ഏർപ്പെടുത്തുമെന്ന ഒരു പ്രഖ്യാപനം ഇറാൻ നടത്തുകയും ചെയ്തു. പിന്നീട് ലബനാനിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണ പരമ്പരകളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പദ്ധതിയാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത്. അതേ തുടർന്നാണ് ബെയ്റൂത്ത് പിടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ബെയ്റൂത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് സൈന്യത്തെ അയക്കാനുമുള്ള തീരുമാനമുണ്ടായിരുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പ്രധാനമന്ത്രി നെതന്യാഹുവുമാണ് ഈ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. അതേ തുടർന്നാണ് ഇറാൻ വളരെ കടുത്തൊരു നിലപാടിലേക്ക് വരികയും നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായിട്ട് ട്രംപ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് താൽക്കാലികമായിട്ടെങ്കിലും ഒരു സമാധാനം പുലരുന്ന ഒരു പ്രതീക്ഷ മാത്രം. കാരണം ട്രംപിന്റെ വാക്കുകളാണ് എത്ര കണ്ട് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുമെന്ന് ലോകത്തിന് ഇനിയും ഉറപ്പുപോലെ. എങ്കിലും ലബനാനിലെ നിലവിലുള്ള സങ്കീർണമായിട്ടുള്ള അവസ്ഥയിൽ ഒരു പിരിമുറുക്കം അല്ലെങ്കിൽ കുറവ് വരും എന്നൊരു പ്രതീക്ഷ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇറാനുമായിട്ടുള്ള ചർച്ചകൾ സംബന്ധിച്ച് തുടർ ദിവസങ്ങളായിരിക്കും അത് മുന്നോട്ട് പോകുമോ, ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഫലം അതിലൂടെ രൂപപ്പെടുമോ എന്ന ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിക്കുക. അരതി, MCA നാസറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.